ഇങ്ങോട്ട് നോക്കണം, ഇങ്ങോട്ടേക്ക് ഒന്ന് നോക്കണം മോദി എന്ന് പറഞ്ഞ് മോദിയെ നിലക്ക് നിർത്തുകയാണ് ഖാർഗെ. സത്യം പറഞ്ഞാൽ മൂന്നാം ഊഴത്തിൽ ആദ്യ സമ്മേളനം സ്കോർ ചെയ്തത് പ്രതിപക്ഷം തന്നെയാണ്. ഇവിടെ മോദിയെ വരച്ച വരയിൽ നിർത്തുകയാണ് പ്രതിപക്ഷം. ഗംഭീര പ്രകടനത്തോടെയുള്ള വരവ് തന്നെ, ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള വരവ് തന്നെ ഇതിനുദാഹരണമാണ്. ഇവിടെ പ്രതിപക്ഷം തീർത്ത മൂർച്ചയേറിയ ചോദ്യങ്ങൾ മോദിക്ക് പ്രതിരോധം തീർക്കാൻ പറ്റാത്ത അവസ്ഥയിലായി. മോദിക്കൊന്ന് എതിർത്ത് പറയാൻ പോലും പറ്റിയില്ല. എന്നാൽ ഇവിടെ മോദി ചെയ്ത് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിൽ തൂങ്ങിക്കൊണ്ട് പിടിച്ചു നിൽക്കാൻ മോദി നോക്കിയപ്പോൾ അവിടെയും വീണു പോവുകയാണ്. ഇവിടെയാണ് ഖാർഗെ കണക്കിന് കൊടുക്കുന്നത്. 50 വർഷം പഴക്കമുള്ള അടിയന്തരാവസ്ഥക്ക് പകരം ഇന്നത്തെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയെക്കുറിച്ച് സംസാരിക്കൂ എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ തുറന്നടിച്ചുകൊണ്ടുള്ള പ്രതികരണം. 50 വർഷങ്ങൾക്ക് മുൻപേ സംഭവിച്ച കാര്യം അന്ന് സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി എന്നുള്ളത് സത്യം തന്നെ ഇരിക്കെ ഇനിയും അത് വേണമോ എന്ന് ചിദംബരവും ചോദിക്കുന്നുണ്ട്. അവിടെയും ഖാർഗെ പറയുന്നത് അതൊക്കെ കഴിഞ്ഞു പോയി. 50 വർഷവും അരനൂറ്റാണ്ട് പിന്നിട്ട കഥയും പൊക്കി പിടിച്ച് ഇനിയും ഈ പുതിയ കാലത്ത് 18ാമത്തെ മന്ത്രിസഭയിലേക്ക് നിങ്ങൾ കടന്നു വരരുത്. അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു പോയി. അതുകൊണ്ട് കൂടിയാണ് ഇങ്ങോട്ടേക്ക് നോക്കൂ, 50 വർഷത്തിന്റെ കഥയല്ല പറയേണ്ടത്, അപ്രഖ്യാപിതമായി നിങ്ങൾ നടത്തിക്കൂട്ടുന്ന അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് ഇനി നിങ്ങൾ സംസാരിക്കേണ്ടത് എന്ന് ഖാർഗെ പറയുന്നത്. 18ാം ലോകസഭയുടെ ഉദ്ഘാടന വേളയിൽ സമ്മേളനത്തിന് മുന്നോടിയായി പ്രധാനമന്ത്രി നടത്തിയ പ്രസംഗത്തിൽ അടിയന്തരാവസ്ഥയെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതിനെതിരെയാണ് വിമർശനവുമായി ഖാർഗെ ഇപ്പോൾ മുന്നോട്ടെത്തിയിരിക്കുന്നത്. അടിയന്തരാവസ്ഥ കാലത്ത് 50 വർഷം തികയുകയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ പ്രാധാന്യം പൂർണ്ണമായി നിഷേധിക്കുകയും രാജ്യത്തെ ജയിലിലാക്കി മാറ്റുന്നതുമായ ആ അടിയന്തരാവസ്ഥ കാലത്ത് ഇന്ത്യൻ ജനത ഒരിക്കലും മറക്കില്ല. മോദി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ കാര്യങ്ങളാണിത്. നിരവധി വിഷയങ്ങളെ കുറിച്ച് മോദി സംസാരിക്കുമെന്ന് പക്ഷേ പ്രതിപക്ഷം കരുതി. ഇന്നിവിടെ മുന്നിൽ നടക്കുന്നത് കഴിഞ്ഞ 50 വർഷത്തിന്റെ കഥയേക്കാൾ ഇവിടെ നടക്കുന്നത് നീറ്റിന്റെ ക്രമക്കേടുകളെ കുറിച്ചും കാഞ്ചൻഗംഗ ട്രെയിൻ അപകടത്തെക്കുറിച്ചും ഒക്കെയാണ് സംസാരിക്കേണ്ടത്. പക്ഷേ അതിന് പകരം മറ്റെന്തൊക്കെയോ കഥകളുമായിട്ടാണ് മോദി 18ാമത്തെ പാർലമെന്റ് സമ്മേളനത്തിലേക്കും എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 13 മാസമായി പക്ഷേ മണിപ്പൂർ ആക്രമണത്തിന്റെ പിടിയിലാണ്. അവിടെ ഇന്നും തീ അണഞ്ഞിട്ടില്ല. എന്നാൽ അവിടം സന്ദർശിക്കാൻ മോദി ഇതുവരെ ആലോചിച്ചിട്ട് പോലുമില്ല എന്നൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഖാർഗെ മോദിയോട് പറയുന്നത്, നിങ്ങൾ നിലക്ക് നിൽക്കണം, ഇനിയെങ്കിലും ഇങ്ങോട്ട് നോക്കണം, രാജ്യത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നോക്കണം. അല്ലാതെ പഴങ്കഥകളെ പാട്ടാക്കി പാടി ഇനിയും പ്രതിപക്ഷത്തിന് പ്രതിരോധം തീർക്കാമെന്നുണ്ടെങ്കിൽ അത് നടക്കില്ല. കാരണം ഞങ്ങളുടെ കയ്യിലുള്ളത് ഭരണഘടനയാണ്, ഞങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതും അത് തന്നെയാണ്. രാഹുൽ ആയിക്കോട്ടെ, ഖാർഗെ ആയിക്കോട്ടെ, പ്രതിപക്ഷം ഒന്നടങ്കം ചെയ്യുന്നതും അത് തന്നെയാകുമ്പോൾ മോദിയെ പഞ്ഞിക്കിടുകയാണ് സത്യത്തിൽ ഖാർഗെ.